പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ VHCയുടെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എ ജനറൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഓവർവ്യൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചല്ലോ. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സ്ത്രീ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് അവയവങ്ങൾ കാണുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എ, ദ മേജർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അഥവാ എ പെയർ ഓഫ് ഓവറീസ്. Ovaries are small ovoid structures that produce eggs and secrete female sex hormone called estrogen. ഒരു ജോഡി അണ്ഡാശയങ്ങൾ ഓവൽ ആകൃതിയിൽ കാണുന്ന ഇവയാണ് സ്ത്രീബീജങ്ങളായ അണ്ഡത്തിനെയും സ്ത്രീ പ്രത്യുൽപാദന ഹോർമോണായ ഈസ്ട്രജനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രധാന ഭാഗമാണ് ആക്സസറി ഡക്റ്റുകൾ അഥവാ അനുബന്ധ നളികകൾ. ആക്സസറി ഡക്റ്റ് ഉണ്ടായിരിക്കുന്നത് 3 പാർട്ടുകൾ ചേർന്നാണ്. എ പെയർ ഓവിഡക്ട്സ്, യൂട്രസ് ആൻഡ് വെജൈന. ആദ്യം എന്താണ് ഓവിഡക്ട്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. എ പെയർ ഓഫ് ഓവിഡക്ട്സ് അഥവാ ഫലോപ്പിയൻ tubes. These are 2 small tubes which start near the ovaries and opens to the uterus. They transport eggs from the ovaries to the uterus. These are the site of fertilization. ഒരു ജോഡി അണ്ഡവാഹിനി കുഴലുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെ ഓവിഡക്റ്റുകൾ അഥവാ ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്നു. ഈ ഒരു ജോഡി ചെറിയ കുഴലുകൾ അണ്ഡാശയത്തിൻ്റെ സമീപത്തു നിന്ന് തുടങ്ങി ഗർഭപാത്രത്തിലേക്ക് തുറക്കുന്നു. ഇവ അണ്ഡത്തിനെ വഹിക്കുന്നു. കൂടാതെ ബീജസംയോഗം നടക്കുന്നതും ഇവിടെ വച്ചാണ്. യൂട്രസ്. It is an inverted pear-shaped muscular organ. Here, the development of fetus occurs. The stages of development of fetus is called gestation. It also carry the fetus until its birth. ഒരു ഇൻവേർട്ടഡ് പഴത്തിൻ്റെ ആകൃതിയിലുള്ള പേശീനിർമ്മിതമായ അവയവമാണ് ഗർഭപാത്രം അഥവാ യൂട്രസ്. ഇവിടെ വച്ചാണ് ഗർഭസ്ഥ ശിശു പൂർണ്ണ വളർച്ചയിലെത്തുന്നതും മാത്രമല്ല പ്രസവം വരെ ആ ഫീറ്റസിനെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ വഹിക്കുന്നതും ഗർഭപാത്രമാണ്. വജൈന അഥവാ യോനി. ഇറ്റ് ഈസ് എ ട്യൂബുലർ ട്രാക്ട് കണക്റ്റിംഗ് ദ യൂട്രസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. ദ വജൈന ഈസ് വെയർ സ്പേംസ് ആർ യൂഷ്വലി ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ദ ഇൻസെമിനേഷൻ. അതായത് ഗർഭപാത്രത്തിനെ എക്സ്റ്റേണൽ ജെനിറ്റേലിയയുമായി യോജിപ്പിക്കുന്ന ഒരു ചെറിയ ട്രാക്റ്റാണ് വജൈന. ഇവിടെയാണ് ബീജ കൈമാറ്റ സമയത്ത് ബീജങ്ങളെ നിക്ഷേപിക്കുന്നത്. സി, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇതിനെ വൾവ അഥവാ പ്യുഡൻഡം എന്നും പറയുന്നു. ദീസ് ആർ എക്സ്റ്റേണൽ വിസിബിൾ പാർട്ട് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഡി, എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്സ്. ഒരു ജോഡി ക്ഷീരഗ്രന്ഥികൾ. മാമറി ഗ്ലാൻഡ്സ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മാമൽസ്. സസ്തനികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് ഒരു ജോഡി ക്ഷീരഗ്രന്ഥികൾ. ദ മാമറി ഗ്ലാൻഡ്സ് സെക്രീറ്റ് മിൽക്ക്. മാമറി ഗ്ലാൻഡ്സിനെ കൂടാതെ വജൈനയിൽ കാണുന്ന മറ്റൊരു ആക്സസറി ഗ്ലാൻഡാണ് ബർത്തോളിൻസ് ഗ്ലാൻഡ്സ് അഥവാ ഗ്രേറ്റർ വെസ്റ്റിബ്യുലാർ ഗ്ലാൻഡ്സ്. ഈ അവയവങ്ങളെക്കുറിച്ചെല്ലാം ഇനി നമുക്ക് ഡീറ്റെയിൽഡായി പഠിക്കാം. ഇനി എല്ലാവരും ആ ടേബിൾ ശ്രദ്ധിക്കുക. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെ കാണിക്കുന്ന ഒരു ടേബിൾ
അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലെ ഓരോ പാർട്ടുകൾ എന്താണെന്ന് പരിശോധിക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രധാനമായും 4 പാർട്ടുകളുണ്ട്. എ പെയർ ഓഫ് ഓവറീസ് അഥവാ അണ്ഡാശയങ്ങൾ, ആക്സസറി ഡക്ട്സ് അഥവാ അനുബന്ധ നളികകൾ, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആൻഡ് എ പെയർ മാമറി ഗ്ലാൻഡ്സ്. ആക്സസറി ഡക്റ്റിന് 3 പാർട്ടുകളുണ്ട്. എ പെയർ ഓവിഡക്ട്സ് അഥവാ ഫലോപ്പിയൻ ട്യൂബ്സ്, യൂട്രസ് അഥവാ ഗർഭപാത്രം, വെജൈന അഥവാ യോനി. തേർഡ് പാർട്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയ which is also known as vulva or pudendum. It include mons pubis, labia majora, labia minora, hymen and clitoris. ഈ 5 പാർട്ടുകൾ ചേരുന്നതാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ which is the external visible part of female reproductive system. The last part is a pair mammary glands which are the characteristic feature of mammals. So human beings are mammals. They secrete milk. ആ ചിത്രം ശ്രദ്ധിക്കൂ. ആ ചിത്രത്തിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മേജർ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഒരു പെയർ ഓവറീസ് അല്ലെങ്കിൽ ഒരു ജോഡി അണ്ഡാശയങ്ങളെക്കുറിച്ച് പഠിക്കാം. ഓവറീസ് ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻസ്. സ്ത്രീകളിലെ പ്രാഥമിക പ്രത്യുൽപാദന അവയവമാണ് ഒരു ജോഡി അണ്ഡാശയങ്ങൾ. ഈച്ച് ഓവറി ഈസ് 2 to 4 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. ഓരോ അണ്ഡാശയവും 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളവയാണ്. ദ പൊസിഷൻ ഓഫ് ഓവറി. ഓവറീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ലോവർ അബ്ഡമൻ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ യൂറിനറി ബ്ലാഡർ ആൻഡ് റെക്റ്റം. അണ്ഡാശയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അടിവയറ്റിന് താഴെയായി യൂറിനറി ബ്ലാഡറിനും റെക്റ്റത്തിനും ഇടയിലായിട്ടാണ്. ഓവറീസ് ആർ കണക്റ്റഡ് ടു ദ യൂട്രസ് ആൻഡ് പെൽവിക് വാൾ ബൈ മീൻസ് ഓഫ് ലിഗമെൻറ്റ്സ്. അണ്ഡാശയങ്ങൾ യൂട്രസുമായും പെൽവിക് വാളുമായും ലിഗമെൻറ്റുകളുടെ സഹായത്താൽ ഉറപ്പിച്ചിരിക്കുന്നു. ഈച്ച് ഓവറി എൻക്ലോസസ് എ ക്യാവിറ്റി കോൾഡ് ഒവേറിയൻ സ്ട്രോമ. ഓരോ ഓവറിക്കും അകത്തായി ഒരു ക്യാവിറ്റി ഉണ്ട്. ഇതിനെ ഒവേറിയൻ സ്ട്രോമ എന്ന് പറയുന്നു. ദ സ്ട്രോമ ഹാസ് ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. സ്ട്രോമയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, ഒരു ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയും. ഓവറി കോർട്ടെക്സ് കണ്ടെയ്ൻസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് കോൾഡ് ഒവേറിയൻ ഫോളിക്കിൾസ് ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾസ്. അണ്ഡാശയത്തിനുള്ളിലായി ഒരു ഗ്രൂപ്പ് സെല്ലുകൾ കാണുന്നു. ഇവയെ അണ്ഡാശയ ഫോളിക്കിളുകൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിളുകൾ എന്ന് പറയുന്നു. ഈച്ച് ഫോളിക്കിൾ ക്യാരീസ് ഡെവലപ്പിംഗ് ഓവ. ഓരോ ഫോളിക്കിളിനുള്ളിലും വളർന്നു വരുന്ന അണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ദ ഒവേറിയൻ മെഡുല കണ്ടെയ്ൻസ് മോസ്റ്റ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ്. ഓവറിയുടെ ഉള്ളിലെ ഭാഗമായ മെഡുലയിൽ ബ്ലഡ് വെസൽസും നാഡീവ്യൂഹവും കാണാനായിട്ട് സാധിക്കും. ആ 2 ചിത്രങ്ങളും ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ ചിത്രത്തിൽ ഓവറിയുടെ പൊസിഷൻ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഓവറിയുടെ ക്യാവിറ്റിയായ സ്ട്രോമയെക്കുറിച്ചും അതിൻ്റെ 2 ഭാഗങ്ങളായ കോർട്ടെക്സ്, മെഡുല എന്നിവ എവിടെയാണെന്ന് മനസ്സിലാകും. മാത്രമല്ല ഓവറിയുടെ കോർട്ടെക്സിൽ കാണുന്ന സെല്ലുകളായ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഗ്രാഫിയൻ ഫോളിക്കിളുകളും അതുപോലെ മെഡുലയിൽ കാണുന്ന ബ്ലഡ് വെസൽസും നമുക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമായ ആക്സസറി ഡക്ട്സുകളെക്കുറിച്ച് പഠിക്കാം. ആക്സസറി ഡക്ട്സ് അല്ലെങ്കിൽ അനുബന്ധ നളികകൾ. 3 ആക്സസറി ഡക്റ്റുകളാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. 1. എ പെയർ ഓവിഡക്ട്സ് ഓർ ഫലോപ്പിയൻ ട്യൂബ്സ്. ഒരു ജോഡി അണ്ഡവാഹിനി കുഴലുകൾ. 2. യൂട്രസ് അഥവാ വൂം. 3. വജൈന അഥവാ യോനി. ആ
സൈഡിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. ഗർഭാശയത്തിൻ്റെ 2 സൈഡിലായിട്ട് ആ കാണുന്ന നീണ്ട ട്യൂബുകളാണ് ഓവിഡക്റ്റുകൾ അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലുകൾ. 2 ട്യൂബുകൾ നിങ്ങൾക്ക് കാണാം. അണ്ടവാഹിനി കുഴലുകൾക്ക് താഴെയായി ഇൻവെർട്ടഡ് പിയർ, അതായത് ഇൻവെർട്ടഡ് പിയർ ഫ്രൂട്ടിൻ്റെ ഷേപ്പിൽ കാണുന്ന അവയവമാണ് യൂട്രസ് എന്ന് പറയുന്നത്. ആ ലേബൽ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി യൂട്രസിന് താഴെയായി കാണുന്ന ആ ട്യൂബുലാർ ട്രാക്റ്റാണ് വജൈന. വജൈന ഈസ് ദ ട്യൂബുലാർ ട്രാക്റ്റ് കണക്റ്റിംഗ് ദ യൂട്രസ് ടു ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇനി ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഓവറിയും കാണാം. ഫലോപ്പിയൻ ട്യൂബിന് തൊട്ട് താഴെയായി കാണുന്ന ആ ലൈറ്റ് പിങ്ക് നിറത്തിൽ കാണുന്ന ഓവൽ ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് മേജർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഓവറി. ഈ പാർട്ടുകളെല്ലാം വിശദമായി പഠിക്കുക. ദ ആക്സസറി ഡക്ട്സ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫസ്റ്റ് ആക്സസറി ഡക്റ്റ് ഈസ് എ പെയർ ഓഫ് ഓവിഡക്ട്സ് ഓർ ഫെലോപ്പിയൻ ട്യൂബ്സ്. എന്താണ് ഓവിഡക്റ്റ് അഥവാ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് നമുക്ക് പഠിക്കാം. മലയാളത്തിൽ ഇതിനെ അണ്ടവാഹിനി കുഴലുകൾ എന്ന് പറയുന്നു. ആ 2 ചിത്രങ്ങളും ശ്രദ്ധിക്കുക. ആദ്യ ചിത്രത്തിൽ ഓവറിയുടെ സമീപത്തു നിന്നും തുടങ്ങി യൂട്രസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന 2 ചെറിയ കുഴലുകൾ നിങ്ങൾക്ക് കാണാം. ഇവയെയാണ് ഓവിഡക്ട്സ് അഥവാ ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. തൊട്ട് താഴെയുള്ള ചിത്രത്തിൽ ഫലോപ്പിയൻ ട്യൂബ്സ് അല്ലെങ്കിൽ ഓവിഡക്ട്സിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇനി എന്താണ് ഓവിഡക്റ്റ് അഥവാ ഫലോപ്പിയൻ ട്യൂബിൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് പഠിക്കാം. ഓവിഡക്ട്സ് ആർ 10 to 12 സെൻറ്റിമീറ്റർ ലോങ്. ഓവിഡക്റ്റുകൾ അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലുകളുടെ നീളം 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ ആണ്. ഓവിഡക്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ പെരിഫറി ഓഫ് ഓവറി ആൻഡ് ജോയിൻഡ് ടു ദ വാൾ ഓഫ് ദ യൂട്രസ്. ഓവറിയുടെ വശങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന അണ്ടവാഹിനി കുഴലുകൾ യൂട്രസിലേക്ക് തുറക്കുന്നു. ഓവിഡക്റ്റ് ഹാസ് 3 പാർട്സ്. ഓവിഡക്റ്റിന് 3 പാർട്ടുകൾ ഉണ്ട്. 1 ഇൻഫണ്ടിബുലം, 2 ആംപ്യൂള്ള, 3 ഇസ്ത്മസ്. ഓവിഡക്റ്റിന് 3 പാർട്ടുകളാണ് ഉള്ളത്: ഇൻഫണ്ടിബുലം, ആംപ്യൂള്ള, ഇസ്ത്മസ്. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് പഠിക്കാം. 1 ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലം ഈസ് ദ ഫണൽ ഷേപ്ഡ് ഓപ്പണിംഗ് ഓഫ് ഓവിഡക്റ്റ്. ഓവിഡക്റ്റിൻ്റെ ഫണൽ പോലുള്ള ഓപ്പണിങ്ങിനെയാണ് ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. ഇൻഫണ്ടിബുലം ഈസ് പ്രൊവൈഡഡ് വിത്ത് മെനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓർ സ്ട്രക്ചേഴ്സ് കോൾഡ് ഫിംബ്രേ. ഇൻഫണ്ടിബുലത്തിൽ അനേകം ചെറുവിരലുകൾ പോലുള്ള പ്രൊജക്ഷൻസുകൾ കാണുന്നു. ഇവയെ ഫിംബ്രേ എന്ന് പറയുന്നു. ഇനി എന്താണ് ഫിംബ്രയുടെ ഫങ്ഷൻ എന്ന് നമുക്ക് പഠിക്കാം. ഫിംബ്രേ ഹെൽപ്സ് ടു കളക്ട് ദ ഓവം ഫ്രം ഓവറി. അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന അണ്ടത്തിനെ ഒരു വാക്വം പമ്പ് പോലെ സ്വീകരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഫിംബ്രേ ചെയ്യുന്നത്. 2 ആംപ്യൂള്ള. ഇറ്റ് ഈസ് ദ വൈഡസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ്. ഒരു ഓവിഡക്റ്റിൻ്റെ ഏറ്റവും വീതിയേറിയതും നീളമേറിയതുമായ പാർട്ടാണ് ആംപ്യൂള്ള. നെക്സ്റ്റ്, 3rd പാർട്ട് ഇസ്മസ്. ഇറ്റ് ഈസ് ദ നാരോ പാർട്ട് ഓഫ് ഓവിഡക്റ്റ്. ഓവിഡക്റ്റിൻ്റെ ഏറ്റവും നേർത്ത പാർട്ടാണ് ഇസ്മസ്. ഇറ്റ് ജോയിൻസ് ടു ദ യൂട്രസ്. ഇത് യൂട്രസിൽ ജോയിൻ ചെയ്യുന്നു. ഇസ്ത്മസ് ആണ് യൂട്രസിലേക്ക് തുറക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഓവിഡക്റ്റിൻ്റെ ഇൻട്രസ്റ്റീഷ്യൽ ഓർ ഇൻട്രാമ്യൂറൽ പാർട്ടാണ് യൂട്രസിൻ്റെ മസിൽസിനെ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു പോയിൻ്റ് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓവിഡക്റ്റിൻ്റെ ലൂമനെ കുറിച്ച് പഠിക്കാം. ദ ലൂമൻ ഓഫ് ഓവിഡക്റ്റ്. ദ ലൂമൻ ഓഫ് ഓവിഡക്റ്റ് ഈസ് ലൈൻഡ് വിത്ത് കോളംനാർ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഓവിഡക്റ്റിൻ്റെ ക്യാവിറ്റി അല്ലെങ്കിൽ ലൂമനെ ലൈൻ ചെയ്തിരിക്കുന്നത് കോളംനാർ സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. നമുക്കറിയാം, ഓവം സ്വയം ചലിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേഷനറി സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ. ഇതിന് യൂട്രസിൻ്റെ ദിശയിലേക്ക് സ്വയം ചലിക്കാൻ കഴിയില്ല. ദീസ് columnar ciliary epithelium shows wave-like motions. This wave-like motions of columnar ciliated epithelium helps the ovum to move towards the direction of uterus. അതായത് കോളംനാർ സീലിയേറ്റഡ് എപ്പിത്തീലിയം സെൽസിൻ്റെ വേവ്-ലൈക്ക് മോഷൻ ഓവത്തിനെ അല്ലെങ്കിൽ അണ്ടത്തിനെ യൂട്രസിൻ്റെ ദിശയിലേക്ക് ചലിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ, അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ക്ലിപ്പ് കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഓവറി ഓവുലേഷന് തയ്യാറാകുന്നു. ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കൽസ് ഫെലോപ്പിയൻ ട്യൂബിനെ അതിനടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു.
ഓവിഡക്റ്റ് അഥവാ ഫലോപ്പിയൻ ട്യൂബ് ഓവറിക്ക് തൊട്ടടുത്തായി സ്ഥിതി ഉറപ്പിക്കുന്നു. ഓവറി ബ്രേക്ക് ചെയ്ത് ഒരു സെക്കൻഡറി ഊസൈറ്റ് പുറത്തേക്ക് വരുന്നു. ഈ സെക്കൻഡറി ഊസൈറ്റിനെ ഒരു വാക്വം പമ്പ് പോലെ ഫിംബ്രെ അഥവാ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് കളക്ട് ചെയ്യുന്നു. സെക്കൻഡറി ഊസൈറ്റ് ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിനുള്ളിൽ കോളംനാർ സീലിയറി എപ്പിത്തീലിയം കൊണ്ട് ഇന്റേണലി ലൈൻ ചെയ്തിരിക്കുന്നു നമുക്കറിയാം. ഈ സീലിയറി എപ്പിത്തീലിയം സെക്കൻഡറി ഊസൈറ്റിനെ യൂട്രസിന്റെ ദിശയിലേക്ക് ചലിപ്പിക്കുന്നു. രണ്ടാമത്തെ ആക്സസറി ഡക്റ്റായ യൂട്രസ് അഥവാ വൂംബ്. രണ്ടാമത്തെ അനുബന്ധ നൽകയാണ് ഗർഭപാത്രം. ആ ചിത്രം ശ്രദ്ധിക്കുക. ആദ്യ ചിത്രത്തിൽ യൂട്രസിനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് യൂട്രസിൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് പഠിക്കാം. യൂട്രസ് ഈസ് എ തിക്ക് വാൾഡ് മസ്കുലാർ സ്ട്രക്ചർ. ഗർഭപാത്രം എന്നത് കട്ടിയുള്ള പേശിനിർമ്മിതമായ ഒരു അവയവമാണ്. യൂട്രസ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെൻറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക് വാൾ. യൂട്രസിനെ പെൽവിക് വാളുമായി ലിഗമെൻറ്റിൻ്റെ സഹായത്താൽ ബന്ധിച്ചിരിക്കുന്നു. ഇത് യൂട്രസിന് സപ്പോർട്ട് നൽകുന്നു. ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് പിയർ ഷേപ്ഡ് സ്ട്രക്ചർ. ഗർഭപാത്രം എന്നത് ഇൻവേർട്ടഡ് പിയർ ഫ്രൂട്ടിൻ്റെ ആകൃതിയിലാണ് കാണുന്നത്. യൂട്രസ് ഹാസ് 3 പാർട്സ്: അപ്പർ ഫണ്ടസ്, മിഡിൽ ബോഡി ആൻഡ് ലോവർ സെർവിക്സ്. സെർവിക്സ് ഈസ് ഓൾസോ നോൺ ആസ് മൗത്ത് ഓഫ് ദ യൂട്രസ്. യൂട്രസിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്: അപ്പർ ഫണ്ടസ്, മിഡിൽ ബോഡി ആൻഡ് ലോവർ സെർവിക്സ്. സെർവിക്സിനെ ഗർഭാശയമുഖം എന്ന് പറയുന്നു. ദ വാൾ ഓഫ് യൂട്രസ് ഹാസ് 3 ലെയേഴ്സ്. യൂട്രസിൻ്റെ ഭിത്തിക്ക് 3 ലെയറുകൾ ഉണ്ട്: ഔട്ടർ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം, ഇന്നർ എൻഡോമെട്രിയം. ഈ 3 പാർട്ടുകളും വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. യൂട്രസിൻ്റെ പ്രധാനപ്പെട്ട വാൾ ലെയേഴ്സാണ് പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ഇനി ഇവ 3ഉം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പെരിമെട്രിയം ഈസ് ദ ഔട്ടർമോസ്റ്റ് തിൻ മെംബ്രേനസ് ലെയർ. ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദ യൂട്രസ്. ദ മിഡിൽ ലെയർ ഈസ് മയോമെട്രിയം വിച്ച് ഈസ് മെയ്ഡ് ഓഫ് സ്മൂത്ത് മസിൽസ് വിച്ച് ആർ ഇൻവോളണ്ടറി. മധ്യ ലെയറായ മയോമെട്രിയം കട്ടി കൂടിയതും പേശി നിർമ്മിതവുമാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇൻവോളണ്ടറിയായ മിനുസപേശികൾ കൊണ്ടാണ്. ഏറ്റവും ഉള്ളിലെ ലെയറാണ് എൻഡോമെട്രിയം. ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ. ഇറ്റ് ലൈൻസ് യൂട്രീൻ ക്യാവിറ്റി. ഏറ്റവും ഉള്ളിലെ എൻഡോമെട്രിയത്തിൽ ധാരാളം ഗ്ലാൻഡുകളും ബ്ലഡ് വെസൽസുമുണ്ട്. ഇത് യൂട്രസിൻ്റെ ക്യാവിറ്റിയെ ലൈൻ ചെയ്യുന്നു. എൻഡോമെട്രിയത്തിൽ ധാരാളം യൂട്രീൻ ഗ്ലാൻഡുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ. അതായത് ആർത്തവ ചക്രസമയത്ത് എൻഡോമെട്രിയത്തിൽ ധാരാളം ചേഞ്ചുകൾ സംഭവിക്കുന്നു. ഇവയെ യൂട്രീൻ സൈക്കിൾ എന്ന് പറയുന്നു. അതുപോലെ മയോമെട്രിയം വളരെ പ്രധാനപ്പെട്ട ഒരു ആവരണമാണ്. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചു, ധാരാളം സ്മൂത്ത് മസിൽസുകൾ കാണുന്നു. സ്ട്രോങ് കൺട്രാക്ഷൻസ് ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് മയോമെട്രിയം റിസൾട്ട്സ് ഇൻ ദ ഡെലിവറി ഓഫ് ദ ബേബി. അതായത് മയോമെട്രിയത്തിലെ സ്മൂത്ത് മസിൽസുകൾ ഇൻവോളണ്ടറിയാണ്. ഇവയുടെ ശക്തമായ സങ്കോചങ്ങളും വികാസങ്ങളും കുഞ്ഞിൻ്റെ പ്രസവത്തിന് സഹായിക്കുന്നു. ഇനി ആ രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കൂ. മുകളിൽ കൊടുത്തിരിക്കുന്ന യൂട്രസിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ് രണ്ടാമത്തെ ചിത്രത്തിലുള്ളത്. അതിൽ നിങ്ങൾക്ക് യൂട്രസിൻ്റെ എല്ലാ പാർട്ടുകളും വ്യക്തമായി കാണാം. യൂട്രസിൻ്റെ ആ 3 പാർട്ടുകളും അതിൻ്റെ 3 വാൾ ലെയേഴ്സും വ്യക്തമായി മനസ്സിലാക്കുക. ദ ലാസ്റ്റ് ആക്സസറി ഡക്റ്റ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, വജൈന. മലയാളത്തിൽ ഇതിനെ യോനി എന്ന് പറയുന്നു. ചിത്രത്തിൽ വജൈന ലേബൽ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദ യൂട്രസ് ഓപ്പൺസ് ടു വജൈന ത്രൂ സെർവിക്സ്. ഗർഭപാത്രം ഗർഭാശയമുഖമായ സെർവിക്സിലൂടെ യോനിയിലേക്ക് തുറക്കുന്നു. ദ സെർവിക്കൽ കനാൽ. ദ ക്യാവിറ്റി ഇൻസൈഡ് സെർവിക്സ് ഈസ് കോൾഡ് സെർവിക്കൽ കനാൽ. ദ സെർവിക്കൽ കനാൽ ആൻഡ് വജൈന ജോയിൻഡ് ടുഗദർ ടു ഫോം ബർത്ത് കനാൽ. അതായത് സെർവിക്സിലെ കനാൽ യോനിയുമായി ചേർന്ന് ബർത്ത് കനാലായി മാറുന്നു. ബർത്ത് കനാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബർത്ത് കനാലിലൂടെയാണ്
പാർട്ടുറേഷൻ സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്, അതായത് പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് ബർത്ത് കനാലിലൂടെ ആണ്. വജൈന ഈസ് ലൈൻഡ് ബൈ ഗ്ലൈക്കോജൻ റിച്ച് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ബർത്തോളിൻസ് ഗ്ലാൻഡ് which are also known as greater vestibular glands. The glycogen-rich mucous membrane of vagina secrete mucus, which keeps vagina wet. Vagina is also lined with the Bartholin's gland or greater vestibular glands. They secrete a mucus which lubricate vagina. ബർത്തോളിൻ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസ് ദ്രവം വജൈനയെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. സോ ബർത്തോളിൻ ഗ്ലാൻഡ്സ് ആർ ഹോമോലോഗസ് ടു ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ദാറ്റ് ഈസ് ബർത്തോളിൻസ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സ് ആർ ഹോമോലോഗസ് ഗ്ലാൻഡ്സ്. ഇനി എല്ലാവരും ആ ചിത്രം ശ്രദ്ധിക്കുക. സെർവിക്സിനുള്ളിലെ സെർവിക്കൽ കനാലും വജൈനയും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ബർത്ത് കനാൽ ഉണ്ടാകുന്നത് നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്താണെന്ന് പഠിക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ വിസിബിൾ പാർട്ടാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇതിനെ വൾവ ഓർ പ്യുഡൻറ്റം എന്നും പറയുന്നു. എക്സ്റ്റേണൽ ജെനിറ്റാലിയയ്ക്ക് പ്രധാനമായും 5 ഭാഗങ്ങളാണ് ഉള്ളത്. എല്ലാവരും ആ ഫ്ലോ ചാർട്ട് ശ്രദ്ധിക്കുക. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഇതിന് 5 പാർട്സുകൾ ഉണ്ട്. മൺസ് പ്യൂബിസ്, ലേബിയ മജോറ, ലേബിയ മെനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. ഒന്നുകൂടെ പറയാം. എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഹാസ് 5 പാർട്സ്. ദേ ആർ മൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മെനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. ഇനി നമുക്ക് ഈ ഓരോ പാർട്ടുകളും എന്താണെന്ന് വിശദമായി പഠിക്കാം. മൺസ് പ്യൂബിസ്. Mons pubis is a cushion of fatty tissue covered by skin and pubic hair. പ്യൂബിക് ഹെയറിനാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു കുഷ്യൻ പോലുള്ള ഫാറ്റി ടിഷ്യൂവിനെയാണ് മൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. 2. ലാബിയ മജോറ. എ ഫ്ലഷി ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ എക്സ്റ്റെൻസ് ഫ്രം മൺസ് പ്യൂബിസ് ആൻഡ് സറൗണ്ട്സ് ദ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിന് ചുറ്റുമായി കാണുന്ന മൺസ് പ്യൂബിസിൻ്റെ വലിയ മടക്കുകളെയാണ് ലാബിയ മെജോറ എന്ന് പറയുന്നത്. 3. ലാബിയ മനോറ. ലാബിയ മനോറ ആർ പെയർഡ് ഫോൾഡ്സ് ഓഫ് നോൺ ഹെയറി ടിഷ്യൂ അണ്ടർ ലാബിയ മെജോറ. ലാബിയ മെജോറയ്ക്ക് തൊട്ടു താഴെയായി കാണുന്ന ഒരു ജോഡി രോമാവൃതമല്ലാത്ത ചെറിയ മടക്കുകളെയാണ് ലാബിയ മെനോറ എന്ന് പറയുന്നത്. ഇനി എന്താണ് വെസ്റ്റിബ്യൂൾ എന്ന് നോക്കാം. വെസ്റ്റിബ്യൂൾ ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ ലാബിയ മെനോറ. ലാബിയ മെനോറയ്ക്ക് ഇടയിലായി കാണുന്ന ഒരു ചെറിയ സ്പേസിനെയാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂൾ കണ്ടെയ്ൻസ് 2 ഓപ്പണിങ്സ്, യൂറിത്ര ആൻഡ് വജൈനൽ ഓപ്പണിംഗ്. ഈ വെസ്റ്റിബ്യൂളിൽ 2 ഓപ്പണിങ്ങുകൾ കാണാം. ഒന്ന് യൂറിത്രയും മറ്റേത് വജൈനൽ ഓപ്പണിങ്ങും ആണ്. നൗ ദ 4th പാർട്ട് ഓഫ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയ, ദ ഹൈമൻ അഥവാ കന്യാചർമ്മം. ഹൈമൻ ഇസ് എ തിൻ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് പാർഷ്യലി കവർ ദ വജൈനൽ ഓപ്പണിംഗ്. യോനി മുഖത്തിനെ ഭാഗികമായി കവർ ചെയ്യുന്ന ഒരു മ്യൂക്കസ് തരമാണ് ഹൈമൻ അഥവാ കന്യാചർമ്മം. ദ മോസ്റ്റ് കോമൺ ഷേപ്പ് ഓഫ് ഹൈമൻ ഈസ് സെമി ലൂണാർ ഓർ ലൈക്ക് എ ഹാഫ് മൂൺ. അർദ്ധചന്ദ്രാകൃതിയിലാണ് സാധാരണഗതിയിൽ കന്യാചർമ്മം കാണുന്നത്. ദിസ് ഷേപ്പ് ഓഫ് ഹൈമൻ പെർമിറ്റ്സ് ദ മെൻസ്ട്രുവൽ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ വജൈന. ഹൈമൻ യൂഷ്വലി ബ്രേക്സ് ഡ്യൂറിങ് ദ ഫസ്റ്റ് കോയിറ്റസ് ഓർ സെക്ഷുവൽ ഇൻ്റർകോഴ്സ്, ബട്ട് ഇൻ സം വുമൺ ഇറ്റ് വിൽ പെർസിസ്റ്റ്. ആദ്യ കോയിറ്റസിലൂടെ ഹൈമൻ ബ്രേക്ക് ചെയ്യാം, കന്യാചർമ്മം ബ്രേക്ക് ചെയ്യാം. എന്നാൽ ചിലരിൽ ഇത് പെർസിസ്റ്റ് ചെയ്തും കാണുന്നു. ദ ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷുവൽ എക്സ്പീരിയൻസ്. വൈ ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷുവൽ എക്സ്പീരിയൻസ് ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഹൈമൻ മേ ഓൾസോ ബി broken by many ways like a sudden fall or jolt, insertion of
vaginal tampons like sanitary pads, active participation in some sports, and horse riding, etc. ഹൈമൻ വിർജിനിറ്റിയുടെ അല്ലെങ്കിൽ കന്യകാത്വത്തിൻ്റെ ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല. എന്തുകൊണ്ട്? കാരണം കന്യാചർമ്മം പല രീതിയിലും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അവ താഴെ പറയുന്നു. 1. സഡൻ ഫാൾ ഓർ ജോൾട്ട്, പെട്ടെന്നുള്ള വീഴ്ച. 2. ഇൻസേർഷൻ ഓഫ് വജൈനൽ ടാമ്പൺ, സാനിറ്ററി പാഡുകളുടെ ഉപയോഗം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സം സ്പോർട്സ്, ചില സ്പോർട്സുകളിലെ പാർട്ടിസിപ്പേഷൻ. ഹോഴ്സ് റൈഡിംഗ്, കുതിരസവാരി, എക്സെട്ര. 5ാമത്തെ പാർട്ട് ക്ലൈറ്റോറിസ്. Clitoris is a tiny finger-like highly sensitive organ lying just in front of the urethral opening. യൂറിത്രൽ ഓപ്പണിങ്ങിന് മുൻപിലായി കാണുന്ന ഒരു ടൈനി ഫിംഗർ ലൈക്ക് സെൻസിറ്റീവ് ഓർഗനാണ് ക്ലൈറ്റോറിസ്. ആ 2 ചിത്രങ്ങൾ നോക്കുക. മുകളിലത്തെ ചിത്രത്തിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ പാർട്ടുകൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള ചിത്രത്തിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ലേബിൾ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി നോക്കി പഠിക്കുക. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അവസാന പാർട്ടായ ഒരു ജോഡി മാമറി ഗ്ലാൻഡുകൾ, എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്സ്. മലയാളത്തിൽ ഇതിനെ ക്ഷീരഗ്രന്ഥികൾ എന്ന് പറയുന്നു. എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മാമൽസ്. നമുക്കറിയാം, സസ്തനികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് ഒരു ജോഡി ക്ഷീരഗ്രന്ഥികളുടെ സാന്നിധ്യം. In humans, mammary glands present in males and females, but it is functional in females. മനുഷ്യരിൽ ക്ഷീരഗ്രന്ഥികൾ ആണിലും പെണ്ണിലും കാണുന്നു, എന്നാൽ ഇത് പ്രവർത്തനക്ഷമമായിരിക്കുന്നത് സ്ത്രീകളിലായിരിക്കും. They contain glandular tissue and variable amount of fat. മാമറി ഗ്ലാൻഡ്സിൽ ധാരാളം ഗ്രന്ഥികോശങ്ങളും ഒപ്പം തന്നെ കൊഴുപ്പ് കോശങ്ങളും കാണുന്നു. They are exocrine glands. ഇവ എക്സോക്രൈൻ ഗ്ലാൻഡുകളാണ്. കാരണം നമുക്കറിയാം, മാമറി ഗ്ലാൻഡ്സിന് ഡക്റ്റുകൾ ഉണ്ട്. ഈ ഡക്റ്റുകളെ മാമറി ഡക്ട്സ് എന്ന് പറയുന്നു. ദേ സെക്രീറ്റ് മിൽക്ക്. ക്ഷീരഗ്രന്ഥികളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിൽക്കിൻ്റെ സെക്രീഷനാണ്. ദ സെക്രീഷൻ ഓഫ് മിൽക്ക് ഈസ് കോൾഡ് ലാക്ടേഷൻ. ദിസ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫീഡ് ദ ഇൻഫൻസ്. ക്ഷീരഗ്രന്ഥികൾ പാല് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പാലാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി ഉപയോഗിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോലാക്റ്റിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളാണ് ലാക്ടേഷന് സഹായിക്കുന്നത്. മിൽക്കിൽ ധാരാളം ന്യൂട്രിയൻസുകൾ അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ആൻറ്റിബോഡീസും മിൽക്കിൽ പ്രസൻ്റാണ്. ഇവയാണ് കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷിയും പോഷണവും നൽകുന്നത്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി, മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ടഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ലാക്ടേഷൻ. പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രസവകാലത്തിൻ്റെ അവസാനത്തോടു കൂടി മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെ ലാക്ടേഷൻ എന്ന് പറയുന്നു. സി ദ ഫ്ലോ ചാർട്ട് ഓഫ് ലാക്ടേഷൻ ഓർ മിൽക്ക് ഇജക്ഷൻ ബൈ മാമറി ഗ്ലാൻഡ്സ്. നിങ്ങൾക്ക് തൊട്ടുപുറത്ത് കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ ലാക്ടേഷൻ എന്താണ് അല്ലെങ്കിൽ മിൽക്ക് ഇജക്ഷൻ എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കും. നമുക്കതെന്താണെന്ന് പരിശോധിക്കാം. ഇനി എല്ലാവരും ആ ചാർട്ട് ശ്രദ്ധിക്കുക. ഗ്ലാൻഡുലാർ ടിഷ്യൂ ഓഫ് ബ്രസ്റ്റ് ഡിവൈഡഡ് ഇൻറ്റു 15 to 20 മാമറി ലോബ്സ്. അതായത് മാമറി ഗ്ലാൻഡ്സിലെ ഗ്ലാൻഡുലാർ ടിഷ്യൂ 15 മുതൽ 20 വരെ മാമറി ലോബുകളായി പിരിയുന്നു. ഈച്ച് മാമറി ലോബ് ഹാസ് ക്ലസ്റ്റർ ഓഫ് സെൽസ് കോൾഡ് മാമറി ആൽവിയോളൈ. അതായത് ഓരോ ലോബിന് ഉള്ളിലും ഒരു കൂട്ടം കോശങ്ങൾ കാണാം. ഇതിനെ മാമറി ആൽവിയോളൈ എന്ന് പറയുന്നു. ദ സെൽസ് ഓഫ് ആൽവിയോളൈ സെക്രീറ്റ് മിൽക്ക്. ആൽവിയോളയാണ് മിൽക്കിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൽവിയോളയെ മാമറി ഗ്ലാൻഡിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നു. ദ ആൽവിയോളൈ ഓപ്പൺസ് ടു മാമറി ട്യൂബ്യൂൾസ്. ഈ ആൽവിയോളൈ മാമറി ട്യൂബ്യൂൾസിലേക്ക് തുറക്കുന്നു. ദ മാമറി ട്യൂബ്യൂൾസ് ജോയിൻഡ് ടു ഫോം എ മാമറി ഡക്റ്റ്. മാമറി ട്യൂബ്യൂളുകൾ ജോയിൻ ചെയ്ത് ഒരു മാമറി ഡക്റ്റായി മാറുന്നു. സെവറൽ മാമറി ഡക്ട്സ് ജോയിൻഡ് ടു എ വൈഡർ മാമറി ആംപ്യുള. അനേകം മാമറി ഡക്റ്റുകൾ ജോയിൻ ചെയ്ത് ഒരു വികസിച്ച മാമറി ആംപ്യുളയായി മാറുന്നു. മാമറി ആംപ്യുള കണക്റ്റഡ് ടു ലാക്ടിഫറസ് ഡക്റ്റ്. മാമറി ആംപ്യുള ലാക്ടിഫറസ് ഡക്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു.
ഫ്രം ദ ലാക്ടിഫറസ് ഡക്റ്റ് മിൽക്ക് സക്ഡ് ഔട്ട്. ലാക്ടിഫറസ് ഡക്റ്റിൽ നിന്നാണ് മിൽക്ക് പുറത്തേക്ക് സക്ക് ചെയ്ത് എടുക്കുന്നത്. ഈ ഫ്ലോ ചാർട്ട് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മിൽക്ക് ഇജക്ഷൻ പാത്വേ ഇൻ മാമറി ഗ്ലാൻഡ്സ്. ഇനി നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ വിശദീകരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ക്ലിപ്പ് കാണാം. കുട്ടികളെ, ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ് തരാം. ഇത് തീർച്ചയായും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത്. 1. പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ് ഇൻവോൾവ് ഇൻ ഫീമെയിൽ റീപ്രൊഡക്ഷൻ അലോങ് വിത്ത് ദെയർ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. 2. വാട്ട് ആർ ദ വാൾ ലെയേഴ്സ് ഓഫ് യൂട്രസ്? റൈറ്റ് ദെയർ ഫങ്ഷൻസ്. 3. നെയിം ദ ഗ്ലാൻഡ്സ് ഇൻവോൾവ് ഇൻ ഫീമെയിൽ റീപ്രൊഡക്ഷൻ ആൻഡ് ദെയർ ഫങ്ഷൻസ്. 4. വൈ ഓവറി ഈസ് കോൾഡ് മേജർ റീപ്രൊഡക്റ്റീവ് ഓർഗൻ? 5. The hymen is a reliable indicator of virginity. Do you agree? Justify your answer. 6. Arrange the following in correct order and also find out which process is it. The parts are ampulla, lactiferous duct, alveoli, mammary tubules, mammary lobes and nipples. ഇതിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഇതെന്ത് പ്രോസസ്സാണെന്ന് കണ്ടുപിടിക്കുക. എല്ലാവർക്കും ഇതുവരെ ക്ലാസ് ശ്രദ്ധയോടെ കേട്ടതിലും നിരീക്ഷിച്ചതിലും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സ്റ്റുഡൻസ്.